ഇന്നത്തെ വീഡിയോ ഒരു സിമ്പിൾ വീഡിയോ ആണ്. കാരണം ഇന്നത്തെ വീഡിയോ ഒരു വയർലെസ് കീബോർഡ് മൗസിനെയും കുറിച്ചിട്ടാണ്. ഫിംഗേഴ്സിൻ്റെ ഒരു വയർലെസ് കീബോർഡ് ആൻഡ് മൗസ്, അതാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. കണ്ടോ, 3 ഇയർ വാറണ്ടി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഫിംഗേഴ്സ് എന്ന് പറഞ്ഞ കമ്പനി എല്ലാവരും പറയണത്, ഞാനൊരു കടയിൽ ചെന്നപ്പോൾ അവിടുത്തെ ആളെന്നോട് പറഞ്ഞത്, പണ്ട് ഐബോൾ എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ടായിരുന്നില്ലേ, ആ ഐബോളാണ് ഇപ്പോഴത്തെ ഫിംഗേഴ്സ് എന്നാണ് ആ പുള്ളിക്കാരൻ പറഞ്ഞ എന്നോട്. അതുപോലെ തന്നെ ഇവിടെ എൻ്റെ വില കൊടുത്തിട്ടുണ്ട് 1799 രൂപയാണ് ഇതിൽ വില കാണിച്ചിരിക്കുന്നത്. പക്ഷേ ഇത്ര വിലയില്ല, ശരിക്കും ആമസോണിൽ 1399 രൂപയാണ് ഇതിൻ്റെ വില. അപ്പം ഇനി നമുക്ക് ബോക്സ് ഓപ്പൺ ചെയ്ത് നോക്കാം. ഈ ബോക്സ് ഓൾറെഡി ഞാൻ ഓപ്പൺ ചെയ്തതാണ് കേട്ടോ. ഞാനിപ്പോൾ രണ്ടാമതെല്ലാം കൂടി ഇതിൻ്റെ ഉള്ളിൽ വെച്ചിരിക്കുന്നുള്ളൂ. നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം ഇതിൻ്റെ പ്രൊഡക്ട്സിൻ്റെയൊക്കെ ഒരു ഷീറ്റ് ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. ഈ ഫിംഗേഴ്സിൻ്റെ ലോഗോ ആണ് കേട്ടോ ഈ 2 വിരലുകൾ. ഇത് എല്ലായിടത്തും ഉണ്ട്. ഇതാണ് കീബോർഡ്. അതിൻ്റെ കവർ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, പിയാനോ ഫിനിഷും അതുപോലെ ഒരു മാറ്റ് ഫിനിഷും കൂടിയിട്ടുള്ളൊരു കീബോർഡാണ്. ഇതിൻ്റെ ഫീഡ്ബാക്കൊന്നും കുഴപ്പമില്ല, നല്ല രീതിയിൽ ട്രാവലുണ്ട്. പക്ഷെ ഇതിൽ എനിക്കൊരു കുഴപ്പം തോന്നിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കീസ് ഉണ്ടല്ലോ, ഇതിൻ്റെ ഈ കീ എല്ലാം ഉള്ളിലേക്ക് കുഴിഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. പക്ഷേ നമ്മുടെ ഈ കൺട്രോൾ ഫങ്ഷൻ, വിൻഡോസ്, ആൾട്ട്, ഇതെല്ലാം സ്പേസ് ബാർ, ഇതൊക്കെ മുകളിലേക്ക് പോന്നിട്ടാണ് ഇരിക്കുന്നത്. അത് അത്ര നല്ലതല്ല. കാരണം നമ്മൾ ഇത് യൂസ് ചെയ്യുമ്പോണ്ടല്ലോ, ശരിക്കും ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഏത് നേരത്തും നമ്മൾ ഈ ആൾട്ട് ടാബ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആൾട്ട് ഇങ്ങനെ പൊന്തിരിക്കുന്നത് അത്ര സുഖമല്ല. അത് നേരെ ആയിരുന്നെങ്കിലും കുഴപ്പമില്ല. ബിൽഡ് ക്വാളിറ്റി വെച്ച് നോക്കുമ്പോൾ നല്ല ബിൽഡ് ക്വാളിറ്റി ഉണ്ട്. അത്യാവശ്യം സ്ലിമ്മാണ്. നമ്പർ ലോക്ക് ഉണ്ട്, ക്യാപ്സ് ലോക്ക് ഉണ്ട്, ബാറ്ററി ഇൻഡിക്കേറ്റർ ഉണ്ട്. പിന്നെ നമുക്ക് അറിയാമല്ലോ അഡീഷണൽ നമ്പർ പാഡ് ഉണ്ട്. അടുത്തൊരു സംഭവം ഇതിൻ്റെ കൂടെ ഉള്ളത് നമ്മുടെ ഫിംഗേഴ്സിൻ്റെ മൗസാണ്. ഓക്കെ, മൗസും അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റി ഉള്ളൊരു മൗസ് തന്നെയാണ്. പിന്നെ ഇതിൻ്റെ ബാറ്ററി ഇടുന്നത് മുകളിൽ നിന്നാണ്. പിന്നെ ഇവിടെ എൻ്റെ സ്ക്രോൾ വീൽ കാണാൻ നല്ല ഭംഗിയുണ്ട്, ഒരു ക്രോം പ്ലേറ്റിംഗ് ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു പിയാനോ ഫിനിഷാണ്. പിന്നെ DPI കൺട്രോൾ ചെയ്യാനുള്ളൊരു ബട്ടൺ ഉണ്ട് സെപ്പറേറ്റ്. പിന്നെ എൻ്റെ നോയ്സ് കുറച്ച് കൂടുതലാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ മോൾ ഭാഗം തുറക്കാവുന്നതായതുകൊണ്ട് അങ്ങനൊരു പ്രശ്നമുണ്ട്. ഇതത്ര എന്താ പറയുക, ടഫായിട്ടുള്ളൊരു ഇതായിരിക്കില്ല. ഉണ്ടോ, നമ്മൾ തുറന്നു കഴിഞ്ഞാൽ ഒന്ന് ജസ്റ്റ് ആക്കിയാൽ തുറന്നു പോരും. ഇത് ആരും മാന്തി തോന്നല്ല കേട്ടോ, ഇത് ഓൾറെഡി ഇങ്ങനെ തന്നെയാണ്. ഇതിനുള്ളിൽ ഇതവിടെ ഫിംഗേഴ്സിൻ്റെ റിസീവർ കൂടി ഉണ്ട്. സിംഗിൾ റിസീവർ മതി, കീബോർഡിനും മൗസിനും കൂടി ഒരൊറ്റ റിസീവർ മതി. അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് ഒരു AA ബാറ്ററിയാണ്. ഇതാണ്ട് ഇവിടെ 2 സ്വിച്ചുകളുണ്ട്. പിന്നെ ഇവിടെ 2 മാഗ്നറ്റ്സ് ഉണ്ട്. ഇതൊരു ശരിക്കും പറഞ്ഞൊരു തട്ടിക്കൂട്ട് സെറ്റപ്പാണ്. കാരണം ആ മാഗ്നറ്റ്സ് ഇവിടെ ഈ സ്ക്രൂ ചെയ്ത് വെച്ചിരിക്കുന്ന സ്ക്രൂസിനെ അട്രാക്റ്റ് ചെയ്തിട്ടാണ് ഇത് ഹോൾഡ് ചെയ്യുന്നത്. ഇതാ കണ്ടോ, ഒരു മിനിറ്റ് കണ്ടോ, പെട്ടെന്ന് തന്നെ അടയും. ഇത് പെട്ടെന്ന് തന്നെ ക്ലോസായി കറക്റ്റായിട്ട് അടഞ്ഞ് പോകുന്നുണ്ട്. പക്ഷേ അതത്ര നല്ലൊരു സംഭവമായിട്ട് എനിക്ക് തോന്നിയില്ല. കാരണം അതൊരു നല്ലൊരു ചില നേരത്ത് ഇത് ഇളകണ പോലെ തോന്നുന്നുണ്ട് യൂസ് ചെയ്യുമ്പോൾ. ഇതാണ് കീബോർഡിൻ്റെ ബാക്ക് ഭാഗം. ഇത് ഈ കീബോർഡ് നമുക്ക് ജസ്റ്റ് പൊന്തിച്ച് വയ്ക്കാനുള്ള, എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള സംഭവങ്ങൾ ഇവിടെ ഉണ്ട് കണ്ടോ. അതുപോലെ തന്നെ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ USB റിസീവർ നമുക്ക് ഇവിടെയും വയ്ക്കാം. ഇതിൻ്റെ ഉള്ളിലാണ് ബാറ്ററി ഉള്ളത്. ഇങ്ങനെ ഓപ്പണായി പോരും. ഇതിൻ്റെ ഉള്ളിൽ 2 AAA ബാറ്ററിയാണ് വരിക. കുഴപ്പമില്ല ഈ സാധനം. പക്ഷേ അത്രയ്ക്ക് അങ്ങോട്ട് സ്ട്രോങ് അല്ലത്, എന്നാലും കുഴപ്പമില്ല. നമ്മളധികം ബലം പിടിക്കേണ്ടിരുന്ന പ്രശ്നമൊന്നുമില്ല. ഇതിപ്പോൾ എൻ്റെ വയേർഡ് കീബോർഡ് മൗസുമാണ്. ഇവിടെ വയേർഡ് കീബോർഡ് ഉണ്ട്, പിന്നെ ലോജിറ്റിക്കിൻ്റെ ഒരു മൗസ് ഉണ്ട്. ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മൾ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ 2 പോർട്ടും ഓക്യുപ്പൈഡ് ആയിരിക്കും. പിന്നെ അത് തന്നെയല്ല, ഇപ്പോൾ നിങ്ങൾ കണ്ടോ ടേബിൾ ഇങ്ങനെ നോക്കുമ്പോൾ നിറച്ച് വയറുകളാണ് അല്ലേ, അങ്ങനൊരു പ്രശ്നമുണ്ട്. നമുക്കിനി ഇതിനെ ഒന്ന് നമ്മുടെ വയർലെസ് സെറ്റപ്പിലേക്ക് ഒന്ന് മാറ്റി നോക്കാം എങ്ങനെയുണ്ടെന്ന് അറിയാനായിട്ട്. വയർഡിൽ നിന്ന് വയർലെസ്സിലേക്ക് മാറിയപ്പോൾ ടേബിളിൻ്റെ ഒരു ലുക്ക് നോക്കിയേ, അടിപൊളി കണ്ടാ. അപ്പോൾ നമുക്ക് നല്ല സൂപ്പറായിട്ട് ഒരു കേബിളോ പ്രശ്നങ്ങളോ ഒന്നുമില്ല, നല്ല സ്മൂത്ത് സംഭവം. നമുക്ക്
കാണാൻ തന്നെ ഒരു വൈബില്ലേ. അതാണ് കേട്ടോ വയർലെസ്സിൻ്റെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം. ഭയങ്കര ക്ലീൻ ആയിരിക്കും ഡെസ്ക്ടോപ്പ് ഉദ്ദേശിച്ചത് സോറി ഡെസ്ക്ടോപ്പ് അല്ല, ഈ ഡെസ്കിൻ്റെ ടോപ്പ് അത് ഭയങ്കര വൃത്തിയായിരിക്കും. ഞാൻ വാൾപേപ്പർ മാറ്റിയിട്ടില്ല കേട്ടോ. ഓഗസ്റ്റ് വാൾപേപ്പർ എടുക്കുന്നത്, ഇതിപ്പോൾ സെപ്റ്റംബർ ആയി എന്നാലും. പിന്നെ DP നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്, ഈ സ്വിച്ചിൽ നമുക്ക് DP കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ല. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ വേറൊരു സെപ്പറേറ്റ് റിവ്യൂ ആയിട്ടൊന്നും ചെയ്യണില്ല, ഇതിൽ തന്നെ പറയാണ്. നമ്മളിപ്പോൾ ഒരു ലോജിടെക്കിൻ്റെ എന്താ പറയുക, നേരത്തെ ഞാൻ യൂസ് ചെയ്യുന്നത് വളരെ സിമ്പിളായിട്ടുള്ള വളരെ എന്താ പറയുക ഒരു വില കുറഞ്ഞ ഒരു മൗസാണ്. പക്ഷെ അതിൻ്റെ ഒന്നും ആക്യുറസി ഇതിന് പ്രതീക്ഷിക്കേണ്ട കേട്ടോ, അത്രയൊന്നും ആക്യുറസി ഇല്ല. പിന്നെ കൈ വെക്കുന്നത് എങ്ങനെയുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൈ വെക്കുന്നത് ഏകദേശം ഒരു ഫുൾ സൈസ് മൗസാണ്, നമുക്ക് കറക്റ്റായിട്ട് തന്നെ കൈ വയ്ക്കാം. പിന്നെ എന്താ പറയുക, ക്ലിക്ക് കുഴപ്പമില്ല, കൊള്ളാം, ക്ലിക്കൊന്നും പ്രശ്നമില്ല. ഒരു എന്താ പറയുക റെസ്പോൺസ് എൻ്റെ അത്രയും ഒരു കുറവുണ്ട് എന്ന് തോന്നുന്നുണ്ട്. അത്രയും ഭയങ്കരമായൊരു എന്താ പറയുക ഒരു ആക്യുറസി ഫീൽ ചെയ്യണില്ല അതിന്, അതാണ് എനിക്ക് തോന്നിയൊരു പ്രശ്നം. ഒരു എന്താ പറയുക നമുക്കൊരു ഡിസൈനിങ്ങിനൊന്നും പറ്റിയ സംഭവമല്ല, ഒരു ഓഫീസ് യൂസിന്, അതായത് നോർമൽ എന്താ പറയുക അങ്ങനത്തെ ഒരു ടൈപ്പിംഗ് ബ്രൗസിങ് അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ അടിപൊളിയാണ്. പിന്നെ കീസൊന്നും കുഴപ്പമില്ല, ഈ കീസ് ഓക്കെ, സംഭവം തെറ്റില്ല, വലിയ സൗണ്ടൊന്നുമില്ല. പിന്നെ ഒരു പ്രശ്നം എനിക്ക് തോന്നിയത് എന്താണെന്നറിയോ, അത് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്നറിയില്ല. അതാ കണ്ടോ, എൻ്റെ ലൈറ്റ് ഈ ടേബിളിൻ്റെ അവിടെയുള്ള ലൈറ്റ് നേരെ മുകളിൽ നിന്നാണ്, തലയുടെ മുകളിൽ നിന്നാണ്. അപ്പോൾ എന്തൊരു പ്രശ്നമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ഈ ഗ്ലോസി ഫിനിഷ് എനിക്ക് ചിലപ്പോൾ ഒരു പ്രശ്നമാവണുണ്ട്. അതല്ലാണ്ട് നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ നല്ല ഫീലുണ്ട് കേട്ടോ, നല്ലൊരു എന്താ പറയുക ഒതുങ്ങിയ ഡിസൈനാണ്. പിന്നെ ഈ കീബോർഡ് എന്താ പറയുക അത്ര ഹൈറ്റിലുള്ള കീസല്ല, എന്നുവെച്ചാൽ അത്യാവശ്യം ട്രാവൽ ഉണ്ട് താനും. അപ്പോൾ അതുകൊണ്ടൊക്കെ വെച്ച് നോക്കുമ്പോൾ കുഴപ്പമില്ല. പിന്നെ എന്താ പറയുക, പിന്നെ അത്യാവശ്യം എല്ലാ കീസും ഉണ്ട്, നമുക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള എല്ലാ കീസും. കീപാഡ് ഇതെനിക്ക് എപ്പോഴും അത്യാവശ്യമാണ്, ഭയങ്കര അത്യാവശ്യമാണ്, അതുകൊണ്ട് ഇതും നല്ല സംഭവമാണ്. പിന്നെ ആരോ കീസൊക്കെ അത്യാവശ്യം വലുതാണ്, കുഴപ്പമില്ല. ഗെയിമിങ്ങിനൊന്നും ഇത് അത്ര നല്ലതായിരിക്കില്ല കേട്ടോ, അങ്ങനത്തെ പരിപാടിക്കൊന്നും പറ്റില്ല. പക്ഷേ കുഴപ്പമില്ല, ബാക്കിയെല്ലാം ഓക്കെ, സംഭവം പൊളി സാധനമാണ്, അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഒരു കാര്യം കൂടി പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കീബോർഡിനോ മൗസിനോ നമ്മൾ ഉപയോഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓഫ് ചെയ്ത് വെക്കാനായിട്ടുള്ള ഒരു സ്വിച്ചില്ല, അതൊരു വിഷയമാണ്. ബാറ്ററി ചിലപ്പോൾ കുറച്ച് പെട്ടെന്ന് തീർന്നു പോകാൻ സാധ്യതയുണ്ട്, പക്ഷേ ഇത് ഓട്ടോമാറ്റിക്കലി ഓഫ് ആവുമെന്നാണ് കമ്പനി പറയുന്നത്. കുഴപ്പമുണ്ടാവില്ല, ഓഫ് ആവുമായിരിക്കാം. പക്ഷേ ചില കീബോർഡിനും മൗസിനൊക്കെ, വയർലെസ് കീബോർഡിനും മൗസിനൊക്കെ ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട്, അങ്ങനെയുള്ളതിന് കുറച്ച് ബാറ്ററി ലൈഫ് അധികം കിട്ടാറുമുണ്ട്. ഇത് കണ്ടോ, ഇപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ സിസ്റ്റം ഓഫാണ്, പക്ഷെ നമ്മൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ മൗസ് അത് ഓണായി. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങളെ കാണിക്കുന്നുണ്ടായിരുന്നു, അതിനാണ് ഇന്നത്തെ വീഡിയോ ചെയ്തത്. കുറച്ച് നാളായി ഞാൻ ഈ സംഭവം എടുത്തു വെച്ചിട്ട്. പക്ഷേ നിങ്ങളിത് വാങ്ങണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വാങ്ങണോ വേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാങ്ങണതിൽ തെറ്റൊന്നുമില്ല. നമുക്ക് ബ്രൗസിങ്ങോ അതുപോലെ തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളൂ എന്നുണ്ടെന്നുണ്ടെങ്കിൽ, നമുക്ക് നമ്മുടെ ഈ ടേബിൾ നല്ല ക്ലീനായിട്ട് വെക്കണം എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഒരു ഓപ്ഷൻ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നവരേക്കും ബൈ.